വലിയ പ്രതിസന്ധികളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ MLA പറഞ്ഞിരുന്നു 2 എക്സ്കവേറ്റർ ഇവിടെ കൊണ്ടുവരും. ഏതാണ്ട് 60 അടിയോളം നീളമുള്ള എക്സ്കവേറ്ററാണ് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് നിൽക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്നു നാളെ തന്നെ ആ എക്സ്കവേറ്റർ എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇന്ന് ആ ഭാഗത്ത് നേരത്തെ ഉയരമുണ്ടായിരുന്ന ആ ഭാഗത്തെയൊക്കെ മണ്ണ് എടുത്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ദിവസം മുഴുവൻ 4 or 5 ഹിറ്റാച്ചുകൾ മുഖേന ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മണ്ണെടുത്തിട്ട് പോലും നമുക്ക് ഇവിടുന്ന് കാണുന്ന ഉയരത്തിൽ മാത്രമാണ് ഇപ്പോഴും മണ്ണ് എടുത്തിരിക്കുന്നത്. അതായത് ഇനിയും ഏതാണ്ട് ഒരു 15 മീറ്ററോളം മണ്ണ് ആ മേഖല, ആ ഭാഗത്ത് മാത്രം എടുക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം അവിടെ ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇനിയും ഒരു 12 മീറ്ററെങ്കിലും ഉയരത്തിൽ മണ്ണെടുക്കണം. ഈ രീതിയിലാണെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എക്സ്കവേറ്റർ വേണ്ടി വരും. എക്സ്കവേറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്ന ഈ തുരുത്തിലെ മണ്ണ് നീക്കം ചെയ്യേണ്ടത് ഡ്രഡ്ജർ വേണം. അതിന് ബർജു എന്ന് പറയുന്ന ഒരു ഉപകരണം എത്തിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. പക്ഷേ അത് എപ്പോഴത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ആ കരയിൽ നിൽക്കുന്ന ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായി കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ISRO നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും അതോടൊപ്പം തന്നെ ഇന്ന് ഇവരുടെ GPR ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലൊക്കെ ഏതാണ്ട് അവിടെ ഒരു പൊസിഷൻ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, ആ ഭാഗത്ത് എന്തോ തടഞ്ഞു നിൽക്കുന്നത് പോലെ കാണാൻ കഴിയുന്നുണ്ട്. അതെന്താണ് എന്ന് നമുക്കിപ്പോൾ വ്യക്തത വരുത്താൻ കഴിയില്ല. ഒരുപക്ഷെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അന്ന് ആ മണ്ണ് അവിടെ തട്ടിയതാണോ, അതാണ് ഇപ്പോൾ മുളച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ആ ഭാഗത്ത് കൃത്യമായുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അത്രത്തോളം പരിശോധന നടത്തിയാൽ സോണാർ ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ പരിശോധന നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ തന്നെ തത്സമയം തന്നെ അവർ ഇമേജ് മാപ്പിംഗ് അടക്കം ഉപയോഗിക്കുന്നുമുണ്ട്. ഒപ്പം കരയിൽ ഈ ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്തെ താഴേക്ക് അടിഞ്ഞു വീണ മണ്ണിലുള്ള പരിശോധന. അതിനിടയിലാണ് ചെറിയൊരു മഴ പെയ്തത്. ഇവിടെ ഈ പുഴയുടെ അടിത്തട്ട് റിവർ ബെഡിന് വന്നിരിക്കുന്ന മാറ്റം ഈ തെരച്ചിലിന് ഒരു പ്രതിസന്ധിയാകുന്നുണ്ടോ? അതുകൊണ്ടാണോ കൃത്യമായി അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത്? സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകേണ്ട ഒരു സമയം ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. അതിൽ അവർക്ക് തടസ്സമാകുന്നത് എന്താണ് അഭിലാഷ്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സോണാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ അവർക്ക് ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് പ്രധാനമായും ഇപ്പോൾ ISRO നൽകിയിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം തന്നെ ഏതാണ്ട് ഒരു 100 മീറ്റർ കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയാണ് ഇന്ന് രാവിലെ മുതൽ നടത്തുന്നത്. മഴ കൂടിയതോടുകൂടിയാണ് അവർ ഇപ്പോൾ പരിശോധന അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തത്. പക്ഷേ ആ മേഖലയിൽ, അതായത് ഇപ്പോൾ മണ്ണിടിഞ്ഞ് നിൽക്കുന്ന ആ റോഡിൻ്റെ ആ ഭാഗത്ത് വിശദമായ പരിശോധന ഇന്ന് നടത്തിയിട്ടുണ്ട്. നേരത്തെ ഏതാണ്ട് ഒരു സ്ഥലത്ത്, ഒരു സ്പോട്ടിൽ മാത്രം 45 മിനിറ്റോളം സമയം സ്കൂബ ടീമും അതോടൊപ്പം തന്നെ ഈ MD ഇതും ദുരന്ത നിവാരണ സേനയടക്കം അവിടെ പരിശോധന നടത്തുന്ന നമ്മൾ കാണാമായിരുന്നു. 5 യൂണിറ്റ് ആയിരുന്നു അവിടെ ഒരേ സമയത്ത് 40 മിനിറ്റോളം പരിശോധന നടത്തിയത്. അതിനുശേഷം അവർ കുറച്ചുകൂടി മുകളിലേക്ക് പരിശോധന നടത്തി ആ റൗണ്ട് അവർ പൂർത്തീകരിച്ച് പോകുന്നതാണ് കണ്ടത്. അതായത് അവിടെ എന്തോ എന്ന് അവർ സംശയിക്കുന്ന ഘടകമുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി ആഴത്തിലുള്ളൊരു പരിശോധന നടത്തണം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 15 മീറ്ററിലധികം താഴ്ച ഈ വെള്ളത്തിനുണ്ട് എന്നുള്ളത്, ഈ നദിക്കുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കുറേ കൂടി ഉയരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം താഴ്ന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മീറ്ററോളം വെള്ളം ഇപ്പോൾ താഴ്ന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൺതിട്ടകൾ കുറച്ചുകൂടി ഉയരം വന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആഴത്തിൽ മുങ്ങിത്തപ്പിയാൽ മാത്രമേ ഒരുപക്ഷെ അവിടെ എന്താണ് ചളിയിൽ പൂണ്ട് കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സോണാർ പരിശോധനകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതും ഇത്രത്തോളം ആഴത്തിലുള്ള. അതുകൊണ്ട് അവിടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങി തന്നെ പരിശോധിക്കണം. പക്ഷേ കുത്തൊഴുക്കാണ് എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ പരിശോധന ഏത് രീതിയിലാവും സാധ്യമാകുക എന്നുള്ളത് ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നാളെ ഒരു പക്ഷേ മുങ്ങൽ വിദഗ്ധന്മാർക്ക് ഈ രീതിയിൽ നദിയിലെ വെള്ളം കുറയുകയാണെങ്കിൽ, ജലവിധാനം കുറയുകയാണെങ്കിൽ അവിടെ മുങ്ങി പരിശോധിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ അവിടെ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും രാവിലെ മുതൽ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയാണ്. അതായത് എക്സ്കവേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ നദിയിൽ, ആ ഭാഗത്ത് തന്നെയുള്ള നദിയിൽ മുങ്ങൽ വിദഗ്ധർ മുങ്ങി തന്നെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനവുമായിരിക്കും നാളെ രാവിലെ മുതൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഓക്കെ, അഭിലാഷാണ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AK അഭിലാഷും ദീപക് മലയമേയും നമ്മുടെ വാർത്താ സംഘവും തത്സമയം തുടരുകയാണ്. ഇടവേളകളില്ലാതെ നമ്മൾ ഈ വിഷയത്തിൽ തന്നെ തുടരുകയാണ്. അർജുനും ആ ലോറിയും പിന്നെ എവിടെ പോയി? പുഴയുടെ അടിയിലില്ലെങ്കിൽ, പുഴയോരത്തെ മണ്ണിനടിയിലെങ്കിൽ, മലയോരത്തെ മണ്ണ് മുഴുവൻ മാറ്റുമ്പോഴും അവിടെ ഇല്ലെങ്കിൽ, അർജുൻ ഓടിച്ചു കൊണ്ടുവന്ന ഷിരൂരിൽ പാർക്ക് ചെയ്ത 3:30 ഷിരൂരിലെ മലഞ്ചെരുവിൽ അർജുൻ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അർജുൻ കടന്നു വന്ന വഴികളിലെയൊക്കെ പെട്രോൾ പമ്പുകളിലെയൊക്കെ CCTVകളിൽ അർജുന്റെ വാഹനം പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെയാണ് അർജുൻ ഡ്രൈവ് ചെയ്ത് വന്നത്. ഡ്രൈവ് ചെയ്ത് വരുന്ന വേളയിൽ സമീറുമായി അർജുൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ വാഹനം ഓടിച്ചു വന്ന് ഷിരൂരിൽ വാഹനം നിർത്തിയിട്ട് വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നതുവരെ നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്.